സാർ ഒന്നുകൂടി വന്നോ ഒന്നുകൂടി സാർ കൊച്ചി വൈകിട്ട് ഒരുപാട് ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ആസ്ഥാനമാണ് കണ്ണൂർ ജില്ലാ കലക്ടറുടെ ഈ ആസ്ഥാനം. എന്നാൽ ഇന്ന് വളരെ നൂതനമായ, അതേ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സമര രീതിയിലൂടെ നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ മാനുഷിക പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സമരമെന്ന് ഈ ജില്ലാ ഭരണകേന്ദ്രത്തിൻ്റെ മുന്നിൽ നടക്കുകയാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ. മണ്ണ് വിളമ്പി സമരം എന്നാണ് ഈ സമരത്തിൻ്റെ പേര്. ഈ മണ്ണ് വിളമ്പി സമരം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തെ നരകതുല്യമായ ഒരു രീതിയിലേക്ക് ചവിട്ടിത്തള്ളിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരുടെ
അണ്ണാക്കിൽ മണ്ണ് വാരിയിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇത്രയധികം നമ്മുടെ മനുഷ്യരോട് ക്രൂരത കാണിച്ചിട്ടുള്ള ഒരു ഭരണകൂടം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മാത്രമല്ല, ഇത്രയും നിരുത്തരവാദപരമായി ആരോടും പ്രതിബദ്ധതയില്ലാതെ സ്വന്തം മക്കളോടും മരുമക്കളോടും കുറച്ച് ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരോട് മാത്രം വിധേയത്വവും പ്രതിബദ്ധതയും കാണിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ നെറുകേടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ ഈ സമരത്തിന് ആധാരമായി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സമസ്ത അവശ്യ വസ്തുക്കളുടെയും വിലക്കയറ്റം റോക്കറ്റ് വേഗതയിൽ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വരുമാനമുണ്ടെങ്കിലും ജീവിക്കാൻ നിർവാഹമില്ലാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിലെ മധ്യവർഗത്തെയും അടിസ്ഥാന വർഗത്തെയും ജീവിതത്തിൻ്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുന്ന ഒരു ഭരണ നടപടികളാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏതിനാണ് വിലക്കുറവ് എന്ന് ചോദിച്ചാൽ ഒന്നിനും വിലക്കുറവില്ല, എല്ലാറ്റിനും വില കയറിയിരിക്കുന്നു. ഇവിടെ വില കുറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ അന്തസ്സിനും മനുഷ്യൻ്റെ ജീവനും മാത്രമാണ്. മനുഷ്യ ജീവിതത്തിന് ഇവിടെ വില കുറഞ്ഞു. മന്ത്രിമാരുടെ വാക്കുകൾക്ക് ഒട്ടും വിലയില്ല എന്നുള്ളതാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളം മുഴുവൻ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം ആളിപ്പടർന്ന് തുടങ്ങിയിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ണൂർ കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മഹിളാ മോർച്ച നയിക്കുന്ന ഈ മണ്ണ് വിളമ്പി സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സൂചനാ സമരമാണ്, ഇതൊരു മാതൃകാ സമരമാണ്, ഇതൊരു പുതിയ സമര രീതിയാണ്. ഈ സമരത്തിൽ നിന്നും ഒരുപാട് മനുഷ്യ പ്രശ്നങ്ങൾ, മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന യാതനയുടെയും വേദനയുടെയും ജീവിത ദുരന്തത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം നമ്മുടെ കേരളം ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിൽക്കുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ ഗോവിന്ദച്ചാമി, ഇപ്പോൾ പറയുന്നത് ഗോവിന്ദച്ചാമി തടവ് ചാടിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ എത്രമാത്രം നാണം കെട്ട ഒരു സർക്കാരാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി നിർവാഹമില്ല. ഗോവിന്ദൻ മാസ്റ്ററും ഗോവിന്ദച്ചാമിമാരുമെല്ലാം ഒരു പുതിയ കൂട്ടുകെട്ടിലാണ്. ഈ ഗോവിന്ദന്മാർ ഏത് കസേരയിൽ ഇരിക്കണം എന്നുള്ള ഒരു തർക്കം മാത്രമേ സത്യത്തിലുള്ളൂ. ഇപ്പോൾ പുറത്തു ചാടിയ ഗോവിന്ദൻ ഇപ്പോൾ അകത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി കസേരയിൽ ഇരിക്കുന്ന ആ കസേരയിലാണോ ഈ ആൾ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്താണോ ആ ഗോവിന്ദൻ ഇരിക്കേണ്ടത് എന്ന ഒരു സംശയമാണ് ഇന്ന് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു ഭരണമില്ല, ഒരു ക്രമസമാധാനമില്ല, ഒരു നിയമവാഴ്ചയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവിന് ധാരാളം ഗവേഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സുശക്തമെന്നും സുരക്ഷ ഉള്ള ഒരു ജയിൽ എന്ന നിലയിൽ കണ്ണൂർ ജയിലിൽ നിന്ന് ആരോരും അറിയാതെ ഒരു കൊലപ്പുള്ളി, സാധാരണ കൊലപ്പുള്ളിയല്ല, സാധാരണക്കാരിയായ സൗമ്യ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ ഒരു കൊടും കുറ്റവാളി, കൊലയാളി നമ്മുടെ ജയിലിൽ നിന്നും, നമ്മുടെ പരിസരത്തുള്ള ജയിലിൽ നിന്നും തടവ് ചാടി പുറത്തു പോയപ്പോൾ പിടികൂടിയത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യൻ്റെ ജാഗ്രത കൊണ്ട് മാത്രമാണ്. ആ ഗോവിന്ദച്ചാമി തലയിലൊരു കെട്ടും ഒരു ചാക്കുകെട്ടുമെടുത്ത് ആ മുറിഞ്ഞ കൈ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി ചാക്കിൻ്റെ ഉള്ളിൽ തിരികെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ പൗരനുണ്ട്. ഇത് ഗോവിന്ദച്ചാമിയല്ലേ പോകുന്നത് എന്ന് കണ്ട മാത്രയിൽ മനസ്സിലാക്കി വിളിച്ചു പറഞ്ഞ ആ സാധാരണ പൗരനാണ് നമ്മുടെ കാവൽക്കാരൻ. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പോലീസും മുഖ്യമന്ത്രിയുടെ ഈ അധികാരമൊന്നുമല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ സംരക്ഷകൻ. ഇങ്ങനെ തിരിച്ചറിവുള്ള ജാഗ്രതയുള്ള നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പൗരൻ, ആ പൗരൻ അന്ന് ഈ കൊലപ്പുള്ളിയെ തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിൽ ആ കൊലപ്പുള്ളി ഒരുപക്ഷെ ഇതിനകം നാട്ടിൽ സ്വൈരമായി കയറി ഇറങ്ങി നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രിയപ്പെട്ട കുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു സൈക്കോ, ഒരു മനോരോഗിയാണ് ആ വ്യക്തി എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇത് കാണിക്കുന്നത് ഇതിനെയൊന്നും ലാഘവ ബുദ്ധിയോടുകൂടി ചിരിച്ചു തള്ളി കളയാൻ നമുക്ക് സാധ്യമല്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ
ചുമരിടിഞ്ഞ് വീണ് ഒരു വീട്ടമ്മ, അവിടെ രോഗിയെ മകളെ പരിചരിക്കാൻ വേണ്ടി വന്ന ഒരു നിസ്സഹായ പാവപ്പെട്ട വീട്ടമ്മ ആ പൊട്ടി അടർന്നു വീണ കെട്ടിടത്തിന്റെ അടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മണിക്കൂറുകൾ ശ്വാസം മുട്ടി മരിച്ചപ്പോൾ അവിടെ മന്ത്രിമാരുണ്ടായിരുന്നു, കോട്ടയം ജില്ലയിലെ മന്ത്രി ഉണ്ടായിരുന്നു, മറ്റു മന്ത്രിമാരുണ്ടായിരുന്നു. അവർക്കത് നീക്കി ആ വീട്ടമ്മയെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു മനോഗതി, ഒരു മാനുഷികമായ മനുഷ്യത്വം അവർ കാണിച്ചില്ല. അവരവിടെ ചാനലുകൾക്ക് മുമ്പിൽ കോമാളി വേഷം കെട്ടി നാട്ടുകാരെ പറ്റിക്കുന്ന കബളിപ്പിക്കുന്ന പണിയായിരുന്നു അവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിടത്തും നമുക്ക് രക്ഷയില്ല. മന്ത്രി വീണ ജോർജ്, എനിക്കറിയാം, അവർ നല്ല ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ ഈ കണ്ടിട്ടുണ്ട് അവരുടെ നമ്മുടെ സാഹിത്യകാരൻ ടി പത്മനാഭനെ ഇന്റർവ്യൂ ചെയ്ത ഒരു കാലത്ത് അവർ മാധ്യമ പ്രവർത്തകയായിരുന്നു. ടി പത്മനാഭനുമായി ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ഈ മന്ത്രി നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്തിരുന്നല്ലോ, എനിക്കത് നന്നായി തോന്നി. അദ്ദേഹം പറഞ്ഞു നല്ല ഗൃഹപാഠം ചെയ്തിട്ടാണ് ആ കുട്ടി എൻ്റെ അടുക്ക വന്നത് എന്ന് ടി പത്മനാഭൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയുന്നത് അങ്ങനെ നല്ല ഗൃഹപാഠം ആവശ്യമുള്ള ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. നമ്മുടെ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് രോഗം വന്ന അതിന് ഫലപ്രദമായ ചികിത്സ കൊടുത്ത് അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് അവരെ മരണത്തിൽ നിന്നും കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ചുമതലപ്പെട്ട നമ്മുടെ നാട്ടിൻ്റെ വിഭവങ്ങൾ, നികുതിപ്പണം, അത് ഏറ്റവും അധികം വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞാൽ ചെലവഴിക്കുന്ന ഒരു വകുപ്പാണ് ഈ ആരോഗ്യ വകുപ്പ്. ആ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു മന്ത്രി വെറും തരംതാണ രീതിയിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ, ഒരു ഗൃഹപാഠവും ചെയ്യാതെ, ഒന്നും അറിയാതെ ചാനലുകൾക്ക് മുമ്പിൽ നടന്ന് ഏതാണ്ട് ഈ നമ്മുടെ നാട്ടിലെ സീരിയൽ നടിമാരെ പോലെ പ്രവർത്തിക്കുകയാണോ ഒരു ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ചെയ്യേണ്ടത്? വീണാ വിജയനെ വീണ വായിക്കുന്ന പണിയല്ല പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്വം എന്താണെന്ന് ആ വകുപ്പ് മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കണം. അവർ ഗൃഹപാഠം ചെയ്യാൻ അവർക്കറിയാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 100 ഇരട്ടി ഗൃഹപാഠം വേണ്ട ഒരു വകുപ്പാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ പിണറായി വിജയന്റെ കീഴിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാം അപ്പത്തരമെല്ലാം അമ്മായി ചുട്ടത് മരിമോനിക്കായി എന്ന് പറഞ്ഞ പോലെ ഈ മരിമോനിക്ക് വേണ്ടി അപ്പത്തരങ്ങൾ ചുടുന്ന ഒരു പണിയല്ലാതെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ത് പണിയാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ മണ്ണ് വിളമ്പൽ സമരം ഒരു സൂചനാ സമരമാണ്, ഇതൊരു മാതൃകാ സമരമാണ്. നാളെ നമ്മുടെ കേരളത്തിന്റെ ഈ മണ്ണിൽ പടരാനിടയുള്ള നമ്മുടെ ദുർഗാശക്തിയുടെ ഒരു പ്രഹരശേഷിയുള്ള സമരത്തിന്റെ തുടക്കമാണ് കണ്ണൂർ കളക്ടറേറ്റിന്റെ മുമ്പിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.